Okay, now we can do sixth question of that exercise 12.1. An isosceles triangle has perimeter 30 centimeter and each of the equal sides is 12 centimeter. Find area of the triangle. Okay, അപ്പോൾ അവിടെ 3 സൈഡ്സിൽ 2 സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ബിക്കോസ് അതൊരു ഐസോസിയസ് ട്രയാങ്കിൾ ആണ്. 2 സൈഡ്സ് ഈക്വൽ ആണ്. ആ ഈക്വൽ സൈഡിൻ്റെ ലെങ്ത് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് തേർഡ് സൈഡ് കണ്ടുപിടിക്കാം, കാരണം പെരിമീറ്റർ തന്നിട്ടുണ്ട്. സോ ദ 2 ഈക്വൽ സൈഡ്സ് ദാറ്റ് ആർ 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഒരു സൈഡ് എ 12 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം, അടുത്ത സൈഡ് ബിയും 12 സെൻറ്റിമീറ്റർ. സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പെരിമീറ്റർ 30 ദാറ്റ് ഈസ് ഗിവൺ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ സി കാണാം. എ പ്ലസ് ബി പ്ലസ് സി ദാറ്റ് ഈസ് പെരിമീറ്റർ. 12 plus c that is 30. 12 plus 12 is 24. So 24 plus c is 30. So what is the value of c? 30 minus 24 that is 6. 30 minus 24 that is equal to 6. Okay, so the three sides a 12, b 12 and c 6. Okay, ഇനി നമുക്ക് സൈഡ് കാണാനുണ്ട്. സോറി, സെമി പെരിമീറ്റർ എസ് കാണാനുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ ഹാഫ്. പെരിമീറ്റർ ഇസ് 30, സോ ഹാഫ് ഓഫ് 30 ദാറ്റ് ഈസ് 15. സോ എസ്സും എ ബി സി അറിയാം. അപ്പോൾ നമുക്ക് ഹെവൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. വാല്യൂ ഓഫ് ദ ഫോർമുല റൂട്ട് ഓഫ് എ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി. ഓക്കെ, ഫോർമുല എഴുതുന്നതിന് മാർക്കുണ്ട്. സോ every time remember to give the formula. So root of s എന്ന് പറയുന്നത് 15 into 15 minus a 12, then 15 minus b also 12, then 15 minus 6. Okay, c യുടെ value 6 ആണ്. Okay, now we can simplify. That is equal to root of 15 into 15 minus 2 3, then പിന്നെയും 15 minus 2 that is also 3, then 15 minus 6 that is 9. ഓക്കെ, ഇതിൻ്റെ റൂട്ട് കാണാം. അപ്പോൾ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 15നെ 3 into 5 എന്ന് എഴുതാം. ദെൻ ഇവിടെയുള്ള 2 more 3s. ദെൻ ഈ 9നെ നമുക്ക് 3 into 3 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെയറായിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ 3 and 5ന് പെയറില്ല. ബാക്കി ദിസ് 3 to the power 4 റൂട്ടിന് വെളിയിൽ വരുമ്പോൾ 3 സ്ക്വയർ ആവും. ഓക്കെ, പിന്നെ ഇൻസൈഡ് ഓഫ് ദാറ്റ് റൂട്ട് വി ക്യാൻ സി 3 into 5 ദാറ്റ് ഈസ് 15. ഓക്കെ, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. സോ 9 റൂട്ട് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ ദ ഏരിയ ഓഫ് ദാറ്റ് ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 9 റൂട്ട് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം അറിയാം. ഓക്കെ, എ ബി സി 3 സൈഡും തന്നിട്ടില്ലെങ്കിലും ഏതെങ്കിലും അൺനോൺ സൈഡ് ഉണ്ടെങ്കിൽ അത് കാണാനുള്ള ക്ലൂ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഒന്നുകിൽ പെരിമീറ്റർ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലൂ ഉണ്ട്. ബൈ യൂസിങ് ദാറ്റ് ക്ലൂ വി ക്യാൻ ഫൈൻഡ് ദ 3 സൈഡ്സ്. 3 സൈഡ്സ് കിട്ടിയാൽ സെമി പെരിമീറ്റർ കാണാം. എ പ്ലസ് ബി പ്ലസ് സി ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. പിന്നെ വി ക്യാൻ അപ്ലൈ ദ വാല്യൂസ് ദ. ഇനി ലാസ്റ്റ് ഈ റൂട്ട് സ്ക്വയർ റൂട്ട് കാണാൻ അതിനകത്ത് പെയറായിട്ടുള്ളതിനെ അതിൻ്റെ റൂട്ട് എടുക്കുക, ബാക്കിയുള്ളത് റൂട്ടിനകത്ത് തന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിടുക. സോ ആൻസർ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി എക്സസൈസ് 12.2 ആണ്. 12.2ൽ മിക്കവാറും എല്ലാ ക്വസ്റ്റിനും ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് ഏരിയ കാണണമെങ്കിൽ ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു ഡയഗണൽ വരച്ച് 2 ട്രയാങ്കിളാക്കി മാറ്റിയാൽ മതി. ഓക്കെ, 2 ട്രയാങ്കിളിനകത്തുനിന്ന് 2 ട്രയാങ്കിളിൻ്റെയും ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഏരിയസ് ആഡ് ചെയ്താൽ ആ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പം എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ അതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സസൈസിനകത്തും വരുന്നത്. അപ്പോൾ എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. First one. Okay, here more than 6 examples.
exercise 12.2 question number 1. A park in the shape of a quadrilateral ABCD has angle C 90 degree, AB and BC 9 and 12, and CD and AD are 5 and 8. How much area does it occupy? Okay, quadrilateral area ആണ് കാണേണ്ടത്. ക്വാഡ്രിലാറ്ററിൻ്റെ 4 സൈഡ്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കാണാം. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്വാഡ്രിലാറ്ററിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കണം. ഓക്കെ, ക്വാഡ്രിലാറ്ററിന് അതിനകത്ത് ഒരു ആംഗിൾ 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ആംഗിൾ സി ആണ് 90 ആയിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഓർത്ത് വേണം വരയ്ക്കാനായിട്ട്. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. അപ്പോൾ സി എന്നുള്ള ആംഗിൾ 90 വരണം. അപ്പോൾ അവിടെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരയ്ക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഞാൻ ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ ദാറ്റ്സ് ഓക്കെ. സോ side of that quadrilateral AB, then BC and CD. നമുക്ക് തന്നിട്ടുള്ളത് ആംഗിൾ സി 90 ഡിഗ്രി ആണെന്ന്. അപ്പോൾ അത് 90 ആയിട്ട് എടുത്തു. ഇനി എ ബി 9 സെൻറ്റിമീറ്റർ, സോ ദിസ് സൈഡ് ഈസ് 9 ആൻഡ് ബി സി 12, സി ഡി 5 ആൻഡ് എ ഡി 8. ഓക്കെ, ഇനി ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പം ഈ ക്വാഡ്രിലാറ്ററിനെ നമുക്ക് ഒരു ഡയഗണൽ വരച്ചിട്ട് അതിനെ 2 ട്രയാങ്കിളാക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ട്രയാങ്കിൾ കിട്ടി. അപ്പം ട്രയാങ്കിൾ 1 and 2 നമുക്ക് ട്രയാങ്കിളിന് പേര് കൊടുക്കാം. ദെൻ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഹാഫ് ബി എച്ച് എന്നുള്ള ഫോമുല വേണം യൂസ് ചെയ്യാം. കാരണം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇവിടുത്തെ ബേസും ഹൈറ്റും ആയിട്ട് ഈ 12ഉം 5ഉം എടുത്താൽ മതി. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇനി സെക്കൻഡ് ട്രയാങ്കിളിലെ ഏരിയ കാണണമെങ്കിൽ അവിടെ നമുക്ക് ഹൈറ്റ് അറിയത്തില്ല, ബട്ട് തേർഡ് സൈഡും 2 സൈഡ്സ് തന്നിട്ടുണ്ട്, 9ഉം 8ഉം. ഈ ബി ഡി എന്ന് പറഞ്ഞതാണ് അതിൻ്റെ തേർഡ് സൈഡ്. ഓക്കെ, ബി ഡിയുടെ ലെങ്ത് കണ്ടാൽ നമുക്ക് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. ബി ഡിയുടെ ലെങ്ത് കാണാൻ ഓക്കെ എന്താ ഒരു മെത്തേഡുള്ളത്, ഈ ബി സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിളാണ്. അതിനകത്ത് 12ഉം 5ഉം ബേസും ഹൈറ്റുമാണ്. ദിസ് ബി ഡി എന്ന് പറഞ്ഞത് ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ട്ന്യൂസാണ്. കാരണം ഈ റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്. അപ്പോൾ അത് അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് ആവും. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് കാണാൻ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ഹൈപ്പോട്ട്ന്യൂസ് കാണാം. ഓക്കെ, ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് മറ്റ് 2 സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സൈഡിന് സി എന്നും ഈ സൈഡിന് എ ഈ സൈഡിന് ബി എന്ന് കൊടുത്താൽ ഓക്കെ ദി സി സ്ക്വയർ അതാണ് ഹൈപ്പോട്ട്ന്യൂസ്. ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും അല്ലേ, ബൈ പൈതഗോറസ് തിയറം. നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ബി സി ഡി, ദാറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിനകത്ത് ഞാൻ ഇവിടെ സി എന്ന് പറഞ്ഞത് ഇത് ആംഗിൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തു. ഇവിടെ ഈ സി കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് ആണ്, സ്മോൾ ലെറ്ററിലാണ് സി കൊടുത്തിരിക്കുന്നത്. എയും ബിയും അതർ 2 സൈഡ്സുമായിട്ട് എടുത്തു. അപ്പോൾ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഇനി എ സ്ക്വയറിൻ്റെ വാല്യൂ 12 സ്ക്വയർ ആൻഡ് ബി സ്ക്വയറിൻ്റെ വാല്യൂ 5 സ്ക്വയർ. സോ 12 സ്ക്വയർ ദാറ്റ് ഈസ് 144 ആൻഡ് 5 സ്ക്വയർ 25. സോ 144 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 169. സി സ്ക്വയർ 169 ആണെങ്കിൽ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 169 ദാറ്റ് ഈസ് 13. ഓക്കെ, അപ്പോൾ ഈ സൈഡ് 13 ആണെന്നും കിട്ടി. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹെറോൺസ് ഫോമുല വെച്ചും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മളുടെ റൈറ്റ് ആംഗിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോമുല ഹാഫ് ബി എച്ച് വെച്ചും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹെറോൺസ് ഫോമുല വെച്ചും ഏരിയസ് കണ്ടുപിടിക്കണം. 2 ഏരിയയും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ട്രയാങ്കിൾ ബി സി ഡി തന്നെ എടുക്കാം. അതിനകത്തെ ഏരിയ കാണാൻ ഹാഫ് ഓഫ് ബി എച്ച് ചെയ്താൽ മതി. അവിടെ ബി എന്ന് പറയുന്നത് 12, ഹാഫ് ഓഫ് 12 ഇൻറ്റു
H5. ഇനി 12 and this 2 we can cancel, that is 6. So 6 times 5, 30 centimeter square, meter square. ഓക്കെ, ഇതിൻ്റെ സൈഡുകളൊക്കെ മീറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. സോ 30 മീറ്റർ സ്ക്വയർ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് ട്രയാങ്കിൾ, അതിൻ്റെ പേര് ട്രയാങ്കിൾ ABD ആണ് എടുക്കുന്നത്. ABD. ഓക്കെ, അവിടെ 3 സൈഡ്സും നമുക്കിപ്പോൾ കിട്ടി 9, 8 ആൻഡ് 13. നമുക്ക് എസ് കണ്ടുപിടിക്കണം. എസ് എന്ന് പറഞ്ഞത് സെമി പെരിമീറ്റർ, ദാറ്റ് ഈസ് 9 + 8 + 13/2. ഓക്കെ, 9 + 8 എന്ന് പറഞ്ഞാൽ 17 + 13, ദാറ്റ് ഈസ് 30 വരും. 30/2, ദാറ്റ് ഈസ് 15. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ 30 മീറ്റർ സ്ക്വയർ ഉണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഏരിയ കാണണമെങ്കിൽ A = √S. എസിന് 15 കൊടുത്തു, പിന്നെ 15 - A. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ സൈഡും ABC ആയിട്ട് എടുത്താൽ 15 - ഒരു സൈഡ് 9 ആണ്, അടുത്ത സൈഡ് 15 - 8 ആണ്, നെക്സ്റ്റ് 15 - 13. ഈ സൈഡ് എന്ന് പറഞ്ഞത് 13 ആണ്. 15 - 13. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ √15 × 15 - 9, ദാറ്റ് ഈസ് 6 വരും. 15 - 8 7 വരും. 15 - 13 2 വരും. ഓക്കെ, ഇനി ഇതിനെ ഒന്നും കൂടെ നമുക്ക് പെയർ ആക്കി നോക്കാം. 15നെ 3 times 5 എന്ന് എഴുതാം. ഈ 6നെ 3 times 2 എന്ന് എഴുതാം. ദെൻ ഇവിടെ ഒരു 7 ഉണ്ട്, ദെൻ 1 more 2. ഓക്കെ, ഇതിനകത്ത് നിന്ന് പെയർ വരുന്നത് 3 and 3 ഉണ്ട്. അപ്പം പെയർ ആയതുകൊണ്ട് ഒരു 3നെ വെളിയിലെടുത്തു. ദെൻ ഇവിടെ 2 and 2 ഉണ്ട്, അതിനകത്തുനിന്ന് ഒരു 2നെ വെളിയിലെടുത്തു. ഓക്കെ, ബാക്കിയുള്ളത് ദിസ് 5 and 7. അപ്പോൾ 5 sevens എന്ന് പറയുമ്പം 35 വരും. അപ്പോൾ 3 times 2, that is 6√35. ഓക്കെ, 6√35 മീറ്റർ സ്ക്വയർ ആയിരിക്കും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ABCD. ഓക്കെ, ABCD എന്നുള്ള ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഈ രണ്ട് ട്രയാങ്കിളും കൂടെ ആഡ് ചെയ്തിട്ടാണ്. ട്രയാങ്കിൾ BCD ആൻഡ് ട്രയാങ്കിൾ ABD ആഡ് ചെയ്താൽ മതി അതിൻ്റെ ഏരിയാസ്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ 30. ഓക്കെ, സോ ദിസ് 30 പ്ലസ് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടത് 6√35. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതിയിട്ടാലും മതി. 30 + 6√35 മീറ്റർ സ്ക്വയർ. ഇല്ലെങ്കിൽ നമുക്ക് ഡെസിമലാക്കി വാല്യൂ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും ദാറ്റ്സ് ഓക്കെ. 30 + 6√35 meter square, that is the area of this quadrilateral. ഓക്കെ, അതുപോലെയാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം. മിക്കവാറും ക്വാഡ്രിലാറ്ററൽസ് അല്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ടായിരിക്കും. ഓരോ ഷേപ്പിൻ്റെയും ഏരിയ കണ്ടിട്ട് ടോട്ടൽ ചെയ്താൽ മതി. അപ്പം ഷേപ്പിൻ്റെ ഏരിയ ചില കേസിൽ അതിനെ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.